അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ആയുധമെത്തി. ആ ആയുധം പക്ഷേ ലണ്ടനിൽ വച്ച് തിരിച്ചുപോയി. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കില്ലർ അപ്പാഷെ ഹെലികോപ്റ്ററുകളാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയത്. പക്ഷേ ലണ്ടൻ വരെയാണ് ഇത് എത്തിയത്. അതിനുശേഷം ഇതിനെ പിന്നീട് കാണാനില്ല. ഡൽഹിയിലെ ബോംബ് സ്ഫോടനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതിനാൽ പാകിസ്ഥാനുമായുള്ള സംഘർഷം വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. ഈ സംഘർഷത്തിനിടയിൽ ഇന്ത്യൻ വ്യോമസേന വളരെ കാലമായി US-ൽ നിന്നുള്ള അപ്പാഷെ യുദ്ധ ഹെലികോപ്റ്ററുകൾക്കായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ലണ്ടനിൽ നിന്ന് അപ്പാഷെ ഹെലികോപ്റ്ററുകൾ തിരികെ നൽകിയതായി അറിയുന്നു. US-ലേക്ക് മടങ്ങുന്ന അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണെന്നാണ് US മാധ്യമങ്ങളൊക്കെ പറയുന്നത്. H-64 ഈ ഹെലികോപ്റ്ററുകളുടെ രണ്ടാമത്തെയും അവസാനത്തെയും ബാച്ച് US-ന് ലഭിക്കേണ്ടതായിരുന്നു. ഈ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്ന US ബോയിങ് കമ്പനി N-124 കാർഗോ വിമാനം വഴി ബ്രിട്ടനിലേക്ക് അവ എത്തിച്ചിരുന്നു. അതിനുശേഷം കാർഗോ വിമാനം US-ലേക്ക് മടങ്ങിയതിൻ്റെ കാരണം എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പക്ഷേ കാരണം അജ്ഞാതമാണ്. ലഭിച്ച വിവരങ്ങളനുസരിച്ച് 2020-ൽ ഇന്ത്യ US-ൽ നിന്ന് ടാങ്ക് കില്ലറുകളുമായി കണക്കാക്കപ്പെടുന്ന 6 അപ്പാഷകൾ ഓർഡർ ചെയ്തിരുന്നു. ഈ ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് 2024-ൽ എത്തിക്കേണ്ടതായിരുന്നു. ഇത് 2025 ജൂലൈ വരെ വൈകി. രണ്ടാമത്തെ ബാച്ചിനായി US നിഗൂഢമായി അത് തരില്ല എന്ന് പറയുകയായിരുന്നു. പക്ഷേ അതിൻ്റെ റീസൺ അവർ പറയുന്നില്ല. അതുകൊണ്ടാണ് നിഗൂഢമെന്ന് പറയുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ബ്രിട്ടനിൽ നിന്ന് US-ലേക്ക് തിരികെ പോയതിനെ തുടർന്ന് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരാൻ തുടങ്ങിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യക്ക് നൽകാനുള്ള 3 അപ്പാഷെ ഹെലികോപ്റ്ററുകൾ 8 ദിവസത്തേക്ക് ബ്രിട്ടീഷ് വിമാനത്താവളത്തിൽ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ബോയിങ് കമ്പനി ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയ്ക്കായി കാത്തിരിക്കുന്നു. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് US അടുത്തിടെ പോളണ്ടിന് 2 അപ്പാഷെ ഹെലികോപ്റ്ററുകൾ കൈമാറിയതായി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്കും അവ ലഭിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.